காலையில இருந்து நான் பாத்துட்டு இருக்கேன். ஏன் எழுந்திருக்கல? மணி 10 ஆயிடுச்சு. ஏன் பேச மாட்டேங்கிற? என்கிட்ட பிணக்கமா? ஐயே அசிங்கம். നോക്കണ്ട. പോയിക്കോ. മുട്ട വാങ്ങാൻ പോക മാട്ടേൻ. പ്രേമ, പുതിയ അധ്യായം തുറന്നപ്പോ പഴയ അധ്യായം അടച്ചോടാ. അവനിപ്പോ ഒരു ആനമുട്ട കിട്ടിയിട്ടുണ്ട്. നിക്കടിയാടാ. യവനെ നമ്പി നീ മുട്ടയിട്ടാ നീ പെടും. യവന് ലോകത്തുള്ള സകല പെടക്കോഴികളെ മുട്ടയടിപ്പിക്കണം എന്ന ആശ. ചാത്തൻ മിണ്ടരുത്. അകത്തൊരു കോഴി മുട്ടയിട്ടിട്ടുണ്ട്. അവളിരുന്ന് പൊരുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ നോക്ക്. മുട്ട തിന്നുന്ന മുട്ടയെ പോലെ എന്താടാ അവള് ചത്തോ? അവളകത്തില്ല, മുങ്ങിയതാ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാം അവള് മുങ്ങും. കള്ളി അവള്, കള്ളി. വല്ലതും കട്ടോണ്ട് പോയിട്ടോ നോക്ക്. ഓ, കട്ടോണ്ട് പോലോണ്ട് ഇരിക്കല്ലേ? എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നല്ലോ ഈശ്വര. മുട്ട പൊട്ടി. പോയി അന്വേഷിക്കും. പുഴയെ കുളിച്ചിട്ട് ഒരുപാട് നാളായി. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാതെ ഭയങ്കര കഷ്ട. നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളൊക്കെ ഈ പുഴക്കരയിലും പൊന്തേടം പറയലൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല ചേട്ടാ, ഞാനും അതന്നെ ചെയ്തേ. ശരി. ആരോട് ചോദിച്ചിട്ടാടി ഈ സാരി എടുത്തത്? ആരോടും ചോദിച്ചില്ല. പെട്ടിയില് സാരികൾ ഇരിക്കണ കണ്ടപ്പോ ഒന്ന് ഞാൻ എടുത്തു. നായിന്റെ മോളെ, ഇതെന്താന്നറിയോ? ഇതാരാന്നറിയോ? നിനക്കൊന്നും തൊടാനുള്ള അർഹതയില്ലടി. അതൊക്കെ മധു എങ്ങനെ അറിയാനാ? മിണ്ടരുത്. ഇന്നലെ ഞാൻ വെറും വാക്ക് പറഞ്ഞതാ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. തിരിച്ചു വരുമ്പോ ഇവളെ ഇവിടെ കണ്ട കൊല്ലിങ്ങ നിന്നെ. എന്തിനാ സാരി എടുത്തേ? ഭൂതം നിധി കാക്കണ പോലെ കാത്തു വെച്ചിരിക്കണത് അതൊക്കെ. ആരുടെ അത്? ഇന്ദ്രേച്ചിയുടെ.